മോഡലിംഗിൽ തുടങ്ങി സിനിമയിലെത്തിയ നടിയാണ് ധന്യ മേരി വർഗീസ്. തലപ്പാവ്, കേരള കഫേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ധന്യയുടെ ജീവിതം മാറിമറിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഭർതൃവീട്ടിലേക്ക് എത്തിയതോടെയാണ്. അമേരിക്കയിൽ മുട്ടിട്ട പ്രണയവും ശേഷമുള്ള അത്യാഡംബര വിവാഹവുമൊക്കെ താരദമ്പതികളുടെ നിറപ്പകിട്ട് സമ്മാനിക്കുകയായിരുന്നു ധന്യയ്ക്കും ഭർത്താവ് ജോണിനും. ശേഷം ഭർതൃവീട്ടിലേക്ക് എത്തിയതോടെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുഖമായി മാറി. പിന്നാലെ അറിയാതെ വീണത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ചതിക്കുഴിയിലേക്കുമായിരുന്നു. എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിനിയാണ് ധന്യ. സിനിമാരംഗത്ത് സജീവമായി നിൽക്കവെയാണ് ഡാൻസറായിരുന്ന ജോണും നടിയായ ധന്യയും ഒരു US ട്രിപ്പിലൂടെ കണ്ടുമുട്ടിയത്. ജോണിനും ധന്യയ്ക്കും വിവാഹാലോചനകൾ നടക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ട്രിപ്പിൽ കോറിയോഗ്രാഫറും പെർഫോമറുമായിരുന്നു ജോൺ. ധന്യയെ നൃത്തം പഠിപ്പിച്ച ജോണിന്റെ മനസ്സിൽ ദിവസങ്ങൾക്കകം തന്നെ ധന്യ ഇടം നേടുകയും ചെയ്തു. ഷോയിൽ ഒരുമിച്ച് തുടരവെയാണ് നാട്ടിലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ജോൺ തിരിച്ചു വന്നത്. വീട്ടിലെത്തിയ ഉടൻ എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തിയെന്നായിരുന്നു ജോൺ വീട്ടുകാരെ അറിയിച്ചതും. പിന്നാലെ വീട്ടുകാർ ആലോചിച്ചു, വിവാഹവും നിശ്ചയിച്ചു. അങ്ങനെ 2012 ജനുവരി 9 ധന്യയെ ജോൺ വിവാഹം കഴിച്ചു. ജോണുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെ ഭർതൃവീട്ടിലേക്ക് മാറിയ ധന്യ പിന്നീട് ഭർതൃകുടുംബത്തിന്റെ ബിസിനസ് ലോകത്തിന്റെ മുഖമായി മാറുകയായിരുന്നു. ഭർത്താവ് ജോണിന്റെ പിതാവ് സാംസണും ജോണും ജോണിന്റെ അനുജൻ സാമുവലും നോക്കി നടത്തിയിരുന്ന തിരുവനന്തപുരത്തെ വലിയ കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് വിശ്വാസ്യത നേടിയെടുക്കാനുള്ള മുഖമായി ധന്യ മാറി. ഏതാനും വർഷങ്ങളോളം ബിസിനസ് നന്നായി മുന്നോട്ടു പോയി. എന്നാൽ 2016 ഡിസംബറിലാണ് ധന്യയെ തട്ടിപ്പിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ധന്യയുടെ ഭർത്താവും കുടുംബാംഗങ്ങളും അറസ്റ്റിലായി. ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് 100 കോടിയോളം രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ്. തട്ടിപ്പ് കേസിൽ കുടുംബമടക്കം അറസ്റ്റിലായതോടെ ധന്യ മേരി വർഗീസിനെ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. ജോണിൻ്റേത് ഒരു ബിസിനസ് കുടുംബമായിരുന്നു. ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും അവരെ പിന്തുണച്ചതോടെയാണ് ധന്യയ്ക്കും കുരുക്കു വീണത്. ജോണിന്റെ മാതാപിതാക്കളെ അദ്ദേഹം നോക്കുന്നത് പോലെ തന്നെയായിരുന്നു നോക്കിയത്. എന്നിട്ടും അവരിൽ നിന്നും നേരിടേണ്ടി വന്നത് ചതികളായിരുന്നു. ഇപ്പോഴിതാ ധന്യയുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്വത്തുവകകൾ മുഴുവൻ കണ്ടുകെട്ടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ്. തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. 2011 മുതൽ നഗരത്തിലെ വിവിധ പ്രൊജക്ടുകളിലായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി 100 കോടി രൂപയും അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് 30 കോടിയോളം രൂപയും തട്ടിച്ചെന്ന പരാതിയിലാണ് കേസ്. ഷാരോൺ ഹിൽസ്, ഓർക്കിഡ് വാലി, സാങ്ച്വറി, പേൾ ക്രസ്റ്റ്, സെലേൻ അപ്പാർട്ട്മെന്റ്, നോവ കാസിൽ, മേരിലാൻഡ്, ഗ്രീൻ കോർട്ട് യാർഡ്, ഏഞ്ചൽവുഡ് എന്നിങ്ങനെ പദ്ധതികളായിരുന്നു ഈ കുടുംബം വാഗ്ദാനം ചെയ്തത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ധന്യയും കുടുംബവും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വരുമാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞ നിലയിലും. തുടർന്ന് മിനി സ്ക്രീനിലേക്കാണ് രംഗപ്രവേശനം ചെയ്തത്. സീതാ കല്യാണം എന്ന പരമ്പരയിലെ ടൈറ്റിൽ റോൾ ചെയ്യാനായിരുന്നു ധന്യയ്ക്ക് ക്ഷണം ലഭിച്ചത്. ഇതേ സമയത്ത് തന്നെ ജോണിനും മഴവിൽ മനോരമയിലെ അനുരാഗം എന്ന സീരിയലിലേക്കും അവസരം ലഭിച്ചു. വിവാദങ്ങളിൽ വീണുപോയി എന്ന് കരുതിയിടത്തു നിന്നും വീണ്ടും തിരിച്ചു വരികയായിരുന്നു ഇവർ. അതിനിടെയാണ് വീണ്ടും ധന്യയെയും കുടുംബത്തെയും തകർക്കുന്ന നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.